നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ കവറും ബെർമനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ളൊരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. 1936 ഈ ഗെയിമിൽ ടാറ്റ കവർ വൈറ്റ് സൈഡും ബെർമൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വിയന്ന ഗെയിം സെലക്ട് ചെയ്യുന്നു, ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇത് വിയന്ന ഗെയിമിന്റെ മാക്സ് റാങ്ക് ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് ഒരു ഗാംബിറ്റ് ആണ്, F4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോണിനെ ഗാംബിറ്റ് ചെയ്യുന്നു. ഇതിപ്പോൾ വിയന്ന ഗെയിമിലായതുകൊണ്ട് വിയന്ന ഗാംബിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ഈ ഗാംബിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് കിങ്സ് ഗാംബിറ്റ് എന്ന് തന്നെ അറിയപ്പെടും. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്, പോൺ വെച്ച് പോണിനെ എടുക്കുന്നു. ഇവിടെ വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് H4 സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു, ബ്ലാക്ക് G5 മൂവ് ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ പോൺ വെച്ച് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ ലക്ഷ്യം. ബ്ലാക്കിൻ്റെ പോൺ G4ലേക്ക് വരുന്നത് തടയുന്നതിനായിട്ട് H3 മൂവ് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിൻ മൂവ്. എന്നാൽ ടാറ്റ കവർ ഇപ്പോൾ H3 മൂവ് ചെയ്യുന്നില്ല, പകരം H4 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോയാണ്, G4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. ഇപ്പോൾ തിരിച്ച് G1ലേക്ക് തന്നെ മാറേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ H2ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പോണിന് റൂക്ക് പോച്ചുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കിമിന് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ചെക്കോടുകൂടി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ ടാറ്റ കവർ ഇപ്പോൾ നൈറ്റിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല, പകരം നൈറ്റിനെ G5ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്ക് H6 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുത്തോടെ വൈറ്റിൻ്റെ നൈറ്റ് പൂർണ്ണമായും ട്രാപ്പിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറും ബാക്കിയില്ല, എല്ലാ സ്ക്വയറുകളും ബ്ലാക്കിൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് ടാറ്റ കവർ നൈറ്റ് ഉപയോഗിച്ച് F1ലെ പോയിന്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെയും റൂക്കിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ഒരു പീസ് നഷ്ടപ്പെടാതിരിക്കാൻ ബ്ലാക്കിന് ഒരു ഓപ്ഷനേ ഉള്ളൂ, കിങ് ഉപയോഗിച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ ഗെയിമിൽ ബ്ലാക്കിന് ഒരു അഡ്വാൻറ്റേജ് ഇട്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ സ്ഥാനം കുറച്ച് മോശമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ D5 മൂവ് കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്ക്വയറിലേക്ക് വൈറ്റിന് 3 പീസുകൾ വെച്ച് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഷപ്പ് വെച്ച് ആ പോണിട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും എന്നതുകൊണ്ടാവാം ബ്ലാക്ക് ഇപ്പോൾ D5 മൂവ് കൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ E8ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ ഇപ്പോൾ കിങ്ങിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് പകരം D5 മൂവ് കൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നതിനായിരുന്നു നല്ല മൂവ്. ബ്ലാക്കിനവിടെ ഒരു പോണൂടെ നഷ്ടമാവുമെങ്കിലും ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പണായി കിട്ടുമായിരുന്നു. ഇപ്പോൾ D5 മൂവ് ആയതുകൊണ്ട് തന്നെ ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടില്ല. വൈറ്റിന് ആ പോണിനെ എടുക്കാൻ അവസരം കിട്ടുകയാണ്. വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് G4ലെ പോണിനെ വെട്ടിയെടുക്കുന്നു. ഇപ്പോഴും ഗെയിമിൽ രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണുള്ളത്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ F4ലെ പോൺ അറ്റാക്കിലാണ്. ക്വീനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ക്വീനെ ആക്റ്റീവ് ആക്കുകയും അതുപോലെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ് ബ്ലാക്കിൻ്റെ മെയിൻ മൂവ്. എന്നാൽ ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ 2 പീസുകൾ നൈറ്റ് വെച്ച് ഫോർക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷനിലാണുള്ളത്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ഒരു ഫോർക്കിന് തന്നെ ശ്രമിക്കുകയാണ്. നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇതോടെ അടുത്ത 3 മൂവിൽ വൈറ്റിന് ബ്ലാക്കിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. വീഡിയോ പോസ് ആയത് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവർക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് മനസ്സിലായി കാണാം. വൈറ്റ് ആദ്യം ക്വീനെ H5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ക്വീൻ വെച്ച് ആ നൈറ്റിനെ ഒട്ടി വീണ്ടും ചെക്ക് വരും എന്നുള്ളതാവാം. ബ്ലാക്ക് ഇപ്പോൾ നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനോട് എടുത്ത് ചെക്ക് കൊടുത്തോടെ ചെക്ക്മേറ്റായി. ഈ ഗെയിമിൽ ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും വന്ന 2 മിസ്റ്റേക്കുകളാണ് ഈ ഗെയിം വളരെ വേഗത്തിൽ തോക്കാൻ കാരണമായത്. ആദ്യത്തെ മിസ്റ്റേക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും രണ്ടാമത്തെ മിസ്റ്റേക്ക് വളരെ വലുതായിരുന്നു. ഈ പൊസിഷനിൽ ഇവിടെ ഇപ്പോൾ നൈറ്റ് വെച്ച് ഫോർക്ക് ചെയ്യുന്നതിന് പകരം ക്വീനെ F6ലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ വൈറ്റ് ക്വീൻ വെച്ച് ചെക്ക് കൊടുത്താലും പ്രശ്നമില്ല, കിങ്ങിന് മാറാൻ സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സംഭവിക്കാൻ പോകുന്നത് ആ ലാഭം കിട്ടിയ നൈറ്റിനെ വൈറ്റ് തിരിച്ചെടുക്കും എന്നത് മാത്രമാണ്. എന്നാലും രണ്ടുപേർക്കും തുല്യ സാധ്യതകൾ തന്നെയാണുള്ളത്. ഇവിടെ മറ്റൊരു സംശയം തോന്നാം, അതായത് ഈ പൊസിഷനിൽ ഇപ്പോൾ നൈറ്റ് വെച്ച് ഫോർക്ക് ചെയ്യുന്നതിന് പകരം D5 മൂവ് കൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുത്തതെങ്കിൽ ഒരു സാധ്യത ഇല്ലായിരുന്നാവുന്ന. എന്നാൽ അവിടെ വൈറ്റിന് അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയും. ആദ്യം ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ ഈ അറ്റാക്കിൽ നിന്ന് ഒഴിവാക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ D7ലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ E7ലേക്ക് മൂവ് ചെയ്യാം. D7ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീന് വെച്ച് പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്താലും കിങ് E8ലേക്ക് മൂവ് ചെയ്താലും വളരെ വേഗത്തിൽ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്.
അതുകൊണ്ട് ഇവിടെ ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് വരുമ്പോൾ D7ലേക്ക് മൂവ് ചെയ്തത് നല്ല മൂവല്ല. ഇപ്പോൾ E7ലേക്കാണ് മൂവ് ചെന്നാലും നൈറ്റ് ഉപയോഗിച്ച് പോണിട്ടുകൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇപ്പോഴും ബിഷപ്പും നൈറ്റും ക്യൂവിന് ഉപയോഗിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനിൽ D5 ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെയും ക്യൂവിനെതിരെയും അറ്റാക്ക് കൊടുത്താലും ബ്ലാക്കിന് അധികം ഉപയോഗമൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഉറപ്പായിട്ടും ക്വീനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ ലാഭം കിട്ടിയ നൈറ്റിനെ തിരിച്ചു കൊടുക്കുന്നത് തന്നെയായിരുന്നു ബ്ലാക്കിന് നല്ല മൂവ്. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.